ഹലോ പറഞ്ഞ വാക്കിലാണ് വരുവാണല്ലേ? ആ ഓക്കെ ഓക്കെ. വന്നില്ലെങ്കിൽ ഞാൻ ലൈവിൽ കാണും. ഓക്കേടാ ഓക്കെ. കണ്ണാപ്പി വാ. അപ്പൊ എല്ലാവർക്കും സ്ട്രീം. ഒരു കോണാത്തിലെ പാൻറ്റും എടാ ഇതെൻ്റെ ലുക്സിനൊന്നും ചേരുവടാ. പഴയ ആ പ്രൈം മറ്റേ ആ ഒരു ഡ്രസ്സ് മറ്റേ ആ ഫാഷൻ കുറച്ച് നമ്മൾ കുറച്ച് ഇതിനകത്ത് കുറച്ചൊരു എൽഡറായിട്ട് നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ അത് മതിയായിരുന്നു. പിള്ളേർ സെറ്റ് കാണിക്കുന്ന പോലെ ഇടണ്ടായിരുന്നു. നമുക്ക് അത് തന്നെ ആ പാൻറ്റ് തന്നെയാണ് നല്ലത്. സത്യം പറയാമല്ലോ. കൊണ തീർന്നപ്പോൾ പോപ്പിൻസ് ബ്രോ മെലഡി വേണോ ഇനി? അത് ശരി, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഹലോ, നമ്മൾ രണ്ടുപേരും ഉള്ള ഇവിടെ സത്യം ഉത്തരവാദിത്വം ഒഴിഞ്ഞു കിടക്കണം. നിന്നെ ഒന്ന് കാണട്ടെ ഞാൻ. എന്താടാ അണ്ണ ഞാൻ എപ്പോഴും ഉണ്ട് സിറ്റിയില്, ഞാൻ ആക്റ്റീവ്. ഓ അതറിയാം. ആരൊക്കെ ഇല്ലെന്ന് നീ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാടാ. എടാ എനിക്ക് എന്റെ പഴയ പാൻറ് തന്നെ ഇടണോടാ. വാടാ. അല്ല വേണ്ട, ഇന്ന് പാൻറ് മാറണം. ഇന്ന് നാളെ തൊട്ടിട്ട് ഞാൻ ഓഫ്ലൈനിൽ ഇട്ടോളാം. ഇനി പാൻറ് മാറൽ RP എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. വേണ്ട ഡെയിലി മാറുന്നുണ്ട് ഡ്രസ്. എന്നാ മാറാ. സൗകര്യ നമുക്ക് ടർഫ് കളിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. എന്റെ പേര് കേസുണ്ട് പുണ്ടച്ചി. SRPD പരന്തുവാസു റിപ്പോർട്ട് PD. കണ്ണാപ്പിയുടെ വന്നിട്ട് പോവാം. അണ്ണാ ഓർമ്മയുണ്ട്? ലവ് ഫ്രം കരുനാഗപ്പള്ളി. മുഹമ്മദ് സാഹിദ് ബ്രോ, താങ്ക് യു സോ മച്ച് 40 rupees സൂപ്പർ ചാറ്റ്. ഹലോ, അവന്തി നീ ഗ്യാങ് ഡ്രസ് ഇട്ടേക്കണോ? എടാ വില്ലുമോനെ, നീയാണോ IP ലീക്ക് ആക്കിയത്? അല്ല എല്ലാരും അങ്ങനെയാണല്ലോ പറയുന്നത് ഇവിടെ. ഞാനല്ല, 2-3 വട്ടം കഴിഞ്ഞിട്ടാണ് എന്റെ കയ്യിൽ മറ്റേ ഗെയിം ക്യാപ്ചർ ഇട്ടപ്പോ ഞാൻ മറ്റേ ഇതായിട്ട് വന്നത്. ഗ്രീൻ ജാക്കറ്റോ? എടാ പോടാ, ഇതാണ് എന്റെ OG ഡ്രസ്. ഗ്രീൻ ജാക്കറ്റിനേക്കാളും എന്റെ ഡ്രസ് ഇതാണ്. ഞാൻ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഗ്രീൻ ജാക്കറ്റ് മറ്റേ ഇവന്റുകൾക്കൊക്കെ ഇടുന്നതാടാ, അത് നല്ലത്. എടാ ഇത് ആരാ? ഹലോ ബ്രോ, അറിയാതെ തട്ടിയോ? സോറി. ബ്രോ വണ്ടി എടുത്തോട്ടെ. എന്റെ പേര് പരന്തുവാസു. സ്റ്റെർലിൻ ആയിരുന്നോ? ഓക്കെ കാണാം. കണ്ണാപ്പി ആയിട്ട് കളിക്കുമോ പ്ലീസ് ബ്രോ? അവൻ വരണ്ടേ സിറ്റിയിൽ? ഇതാരാ? മിസ്റ്റർ പാച്ചു. അവൻ സിറ്റിയിൽ വന്നാൽ കളിക്കാം ബ്രോ. ഇത് മതി ഗൈസ്. ഇനി ഗ്ലാസ് ഇതൊന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. നമുക്ക് സിറ്റുവേഷൻ കറക്റ്റായിട്ട് ചെയ്യണം. ഞാൻ വല്ലപ്പോഴും ഒക്കെ എന്തോടാ കേട്ടില്ല. കണ്ണാപ്പി വരട്ടെ. കണ്ണാപ്പിയുടെ വന്നിട്ട് പോവാം. ഓ എന്നാ വാ, നിന്റെ കൂടെ കറങ്ങാം. അതിന്റെ ഇടയ്ക്ക് വല്ല വള്ളിയും പിടിച്ചു വന്നാ വെല്ലുമോനെ ഞാൻ അടിച്ച് നിന്റെ സാമാനം മേളിൽ കയറ്റി കേട്ടാ. ഞാൻ മിണ്ടത്തില്ല. EX Ninja Gaming bro, thank you so much 20. Comrade bro, thank you so much 40. Oh bro, this is my first one. Thank you so much comrade bro. എടാ നീ സിറ്റിയിൽ വന്ന ആദ്യം ചെയ്യുന്ന എന്താണ് വില്ലുമോനെ? ഞാൻ സിറ്റി ഞാൻ ആദ്യം വന്ന് ഞാൻ റേഡിയോയില് കയറും. പിന്നെ ഇപ്പൊ ഡ്രസ് മാറാണ്. പിന്നെ അങ്ങനെ നേരെ TDയും കയറും, 2 വെടി വയ്ക്കും. എയിം വേണല്ലോ, നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യണല്ലോ. ശരി.
ആ പിന്നെ ഇങ്ങനെ അങ്ങനെ അലഞ്ഞിരിഞ്ഞൊക്കെ നടക്കും. എന്നിട്ട് വള്ളി എടുക്കും നൈസായിട്ട്. വള്ളിയൊന്നുമില്ല ഒന്നുമില്ല ഇല്ലത്തെ കുട്ടിയാ സമാധാനത്തിന്റെ പാതയെ കൂടെ നടക്കും. ഒന്നുമില്ല. സമാധാനം. സൂപ്പർ ചാറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ നമ്മളന്ന് അറിയുമ്പോ നമ്മളാന്ന് അറിയുമ്പോ തന്നെ അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ അപ്പൊ നമുക്ക് മറ്റേ വണ്ടി ഒന്നും ഇല്ലാതെ നമ്മൾ ഏതെങ്കിലും ഷൊട്ടങ്ങനെ പോലെ നടക്കാം അല്ലേ? അതാകുമ്പോ എല്ലാരും വള്ളി പിടിക്കും. ഇപ്പോഴും അർത്ഥടിവർ ഇപ്പോഴും പ്രാക്ടീസ് ആണെന്ന അറിവ് നമ്മൾ അടിക്കാൻ വേണ്ടി വെല്ലാരി അടിച്ച് പിന്നെ ആണെങ്കിൽ വെല്ലാരി അടിച്ച് ഹലോ എവിടെ ഉണ്ട് കണ്ണാപ്പി? ഞാൻ ഒരു മോഷണത്തിൽ നിന്ന് വന്നോണ്ടിരിക്കുകയാണ്. നീ എവിടെ വരണം പിക്ക് ചെയ്യാൻ? ഞാൻ മുതുക്ക് റിപ്പയറിലോട്ട് വരാം. പറഞ്ഞേ ഞാൻ പാപ്പന്റെ വണ്ടി മോഷ്ടിച്ചോണ്ടാണ് വരുന്നത്. ഓക്കെ വാ എടാ ബെല്ലാരി ഇപ്പൊ പാപ്പന്റെ വണ്ടി അറിയാം. പാപ്പന്റെ അണ്ടി ഇങ്ങോട്ട് വാ. എടാ ബെല്ലാരി ഇപ്പൊ ഏതാ ഫോം എന്നറിയില്ല. കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞ അറ്റ് ഇറ്റ് സ്പീക്ക് എല്ലാവന്മാരെ അടിച്ചു. എല്ലാവന്മാരെയും R34 പണി SRR കൊടുത്തു. എല്ലാവന്മാർക്കും കൊടുത്തു. വിഷയം കളി കളിക്കണം കേട്ടോ ബെല്ലാരി. എടാ വാടാ ഇങ്ങോട്ട്. ഞങ്ങളാ ഈ വണ്ടിക്കകത്ത് ഈ ഗ്യാങ് വണ്ടിക്കകത്ത്. പിന്നെ നിന്റെ അച്ഛനാ വണ്ടിക്കകത്ത് കയറ്. അണ്ണാ നാളെ എക്സാം ആണ്. പ്രാർത്ഥിക്കണ. പേര് രമേശ് ബ്രോ. ഓൾ ദ വെരി ബെസ്റ്റ്. ഈകളെ 24 അവറിന്റെ GPay ചെയ്തിരുന്ന് കിട്ടിയോ? വിപിൻ ദാസ് ബ്രോ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ നോക്കട്ടെ. ഷലാജ് മാത്യു ബ്രോ താങ്ക് യു സോ മച്ച് 40. കണ്ണാപ്പി പാവാണ് അണ്ണാ. പാപ്പന്റെ വണ്ടി കേറ്. 100 കൂട്ടം പ്രശ്നത്തിന്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോഴാണ് മനുഷ്യന് സമാധാനം ഇല്ല. കണ്ണാപ്പി നിനക്കറിയാവോ, ഞാൻ ഈ സിറ്റി കയറി കഴിഞ്ഞാൽ ഞാനൊരു കൊലപാതകയാണ്, പെണ്ണുപിടിയാണ്, MDMA ആണ്, കഞ്ചാവാണ്, എല്ലാം ആണ്. മനസ്സിലായ? എന്നെ അങ്ങനെയാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് ജീവിതം വെറുത്തടാ. എനിക്ക് അണ്ണാ മറ്റേ പോലീസിന്റെ കേസില്ല, അത് എന്റെ സോൾവ് ചെയ്യാനൊരു കിടിലമായിട്ട് ഹേലി മാടത്തെ വെള്ളം അടിച്ചിട്ട് വിളിച്ച് പറഞ്ഞില്ലേ അണ്ണാ, അതിന്റെ ഒരു കിടില മാസ്റ്റർ പീസ് ഐഡിയ ആണ്. എന്ത് വണ്ടി നിർത്തണം. ഹെയിലി മാഡം ഒക്കെ കേട്ടിട്ടുള്ളത് അണ്ണന്റെ ഈ ശബ്ദമല്ലേ? ഈ ശബ്ദം അണ്ണന്റെ. അതെ. ഹലോ ഹേലി. ഹായ് ഹേലി. ഈ ശബ്ദം ഇനിയും തൊട്ട് കുറച്ച് ദിവസം അണ്ണന്റെ ശബ്ദം ഇതാ. ഹെയിലി മാഡം. അണ്ണ എന്നെ ദൈവം എലിയാക്കി തരും. അണ്ണൻ എന്നെ ക്യാരി അടിച്ചാൽ മാത്രം മതി. ആരെല്ലാം ചോദിച്ച പെറ്റാന്ന് പറഞ്ഞാൽ മതി. അണ്ണൻ മിണ്ടുവേ വേണ്ട. ഹെയിലി മാഡത്തെ കാണുമ്പോഴും ഫോൺ വിളിക്കുമ്പോൾ സ്പീക്കർ ഇട്ടാൽ മതി, ഞാൻ സംസാരിക്കും. അണ്ണൻ പറയാം തൊണ്ടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ കാരണം കുറച്ച് ദിവസം എന്റെ ശബ്ദം ഇങ്ങനായിരുന്നു. ഒരാഴ്ചയായിട്ട് എന്റെ ശബ്ദം ഇങ്ങനെ. നേരത്തെ അങ്ങനെ വിളിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ മിസ്സിംഗ് ആണെന്നും കൂടെ പറഞ്ഞേ. നീ എന്നിട്ട് അവിടെ പോയി ചന്ദ്ര എവിടേക്കുന്ന്? ഞാനിവിടെ ബ്ലാക്ക് മാഫിയ വീട്ടിലായിരുന്നു. ആണോ? നിന്നെ കൊണ്ടുപോയിട്ടാണ് അവര് ഗ്രൈൻഡിങ്ങിന്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ഞങ്ങളിത് മുതുക്കില് കറക്റ്റ് ഇസഡിൽ നിൽപ്പുണ്ട്. ഇസഡില് എലി എന്തോ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ചെയ്താൽ ഡയറക്റ്റ് ജയിലാ. എനിക്ക് ഒരു സംശയമില്ല മോനെ, ഡയറക്റ്റ് ജയില്. എടാ അല്ല, ഇങ്ങനെ സൗണ്ട് മാറ്റിട്ട് ഇപ്പൊ എന്തിനു ചെയ്യാനാ? അതാണ് എന്റെ ചോദ്യം. അല്ല അപ്പൊ പറയണം ഇത് ഞാനല്ല പറഞ്ഞതെന്ന് പറയണം. എന്ത് ഇത്? എടാ മണ്ട, അത് ഇപ്പൊ തൊണ്ടവേദന വന്ന് ശരി, അന്നേരം വിളിച്ചപ്പോ എന്റെ ശബ്ദം തന്നെ അല്ലായിരുന്നോ? അപ്പൊ അത് പറയണം, അത് ഞാനല്ല, എന്റെ ഫോൺ മിസ്സിംഗ് ആയിരുന്നെന്ന് പറയണം. ആ സംസാരിച്ചത് ഞാനല്ല. ഇത് കൊണ്ടുപോകൂടാ ഇത്. ചന്ദ്ര എനിക്ക് പേടി വരെ പോണായിരുന്നു. നീ വരുന്നുണ്ടോ? എനിക്കൊരു ചെറിയൊരു കേസ് ഉണ്ടടാ. ആ ചന്ദ്ര നീ വരണം. എടാ അത് പറഞ്ഞപ്പോഴ ചന്ദ്ര വരണം. വാ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞുതരാം. വാ. എടാ ചന്ദ്രൻ വേണം. ചന്ദ്രൻ വന്നാലേ സെറ്റ് ആവത്തുള്ളൂ. എടാ കാരണം കുക്കൂനെ അവസാനമായിട്ട് കാണുന്നത് ഞാനും ചന്ദ്രനും കൂടാ. മനസ്സിലായ? ഞാൻ പീടി പോര് ചന്ദ്ര. നീ ഡിസഡില് വാടാ.
ചന്ദ്ര 7022 നമ്മുടെ ഇതെവിടെ അണ്ണാ ലവ് യു ലോട്ട് സീരിയസ് കേബ്രോ താങ്ക് യു സോ മച്ച് 50 പറയടാ. ഇപ്പം ഹേലി മാഡത്തിന്റെ പ്രശ്നം എന്താ? അണ്ണൻ ഇപ്പം വിളിച്ചിട്ട് എന്തുവാണ് മോശമായിട്ടെന്ന് സംസാരിച്ചത്? എടാ മോശമായിട്ടല്ല, കുക്കൂനെ കാണുന്നില്ലെന്ന് പറഞ്ഞു അമ്മ മറ്റേ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആറമ്മ? കുക്കൂന്റെ അമ്മ, എന്റെ അമ്മയാ. പിന്നെ കുക്കൂന്റെ അമ്മ. അപ്പൊ ഞാൻ കൊണ്ടുപോയി തല്ലിക്കൊന്ന് ഇതാക്കിയെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളം അടിച്ചിട്ട് താരയുടെ കൂടെ വെള്ളം അടിച്ചിട്ട് ഞാൻ അറിയാതെ ഞാൻ വിളിച്ച് പറഞ്ഞെന്നാണ് ഇവര് പറഞ്ഞത്. എനിക്കതൊന്നും ഓർമ്മയില്ല. ഇവര് എന്നെ വിളിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ വിളിച്ചിട്ട് എന്താ ഞാൻ കുക്കൂനെ തല്ലിക്കൊന്ന് ഏതോ ഒരു പോസ്റ്റൽ കോഡ് പറഞ്ഞിട്ട് അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, പോയി തപ്പിയെടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന്. എന്തൊരു ചെയ്യാൻ പറ്റും കണ്ടാ? എന്തെങ്കിലും ബുദ്ധിയിൽ വരുന്നുണ്ട്. സിമ്പിൾ ഐഡിയ. കുക്കുന്റെ അമ്മ അണ്ണൻ കണ്ടിട്ടുണ്ടോ സിറ്റിയില്? ഉണ്ട്. ആള് കാണാൻ എങ്ങനെയാ? അങ്ങനല്ല, കാണാൻ രൂപം എങ്ങനെയാന്ന്? സാധാരണ അമ്മമാരെ പോലൊക്കെ. അല്ല, രൂപം അണ്ണന് ഓർമ്മയുണ്ടോ? അണ്ണാ ഞാൻ കുക്കുന്റെ അമ്മയായിട്ട് അങ്ങ് വേഷം കിട്ടുന്നു. എന്നിട്ട് ഞാൻ ചെന്ന് പോലീസിനെ പറഞ്ഞു എനിക്ക് പരാതി ഒന്നുമില്ല, എന്റെ മോളെ എന്തെങ്കിലും ചെയ്തോട്ടെന്ന് പറയുന്നത്. കളവിയായിട്ടൊക്കെ സൂപ്പറായിട്ട് സംസാരിക്കും. മക്കളെ അമ്മയാ. നീ കുറച്ച് നേരം കോൺവെർസേഷൻ ആയിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു നോക്കട്ടെ. സാറേ എനിക്കാണെങ്കി പരാതിയും പരിഭവം ഒന്നുമില്ല. എന്റെ മോൾക്ക് എന്തോ സംഭവിച്ചോട്ടെ, എനിക്കൊരു കേസും ഇല്ല. ഈ കേസൊക്കെ നിർത്തിയൊരു സാറേ. സൂപ്പർ. നല്ല കാർച്ച കുണ്ണന്റെ അമ്മയായിട്ട് അഭിനയിച്ചതാണ്. കുക്കൂന്റെ അമ്മയായിട്ട്. വീഡിയല്ലേ, ഐഡി ചെക്ക് ചെയ്യൂലേ? അണ്ണാ സത്യം പറഞ്ഞ ഇവനെ ഈ സൗണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും മനസ്സിലാവും. പിന്നെ എടാ നീ ഇപ്പൊ സംസാരിച്ച ഒരു മാക്സ് ഒരു 30 വയസ്സുള്ള ഒരു സ്ത്രീയുടെ സൗണ്ട് ആണ്. കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഏജിലായിട്ടുള്ള സൗണ്ട് മോഡുലേഷൻ എടുക്കാൻ പറ്റും. സൂപ്പർ 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 സൂപ്പർ. ഓ നിന്റെ സൗണ്ട് മനസ്സിലാത്ത കിടില 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 കിടില. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അടിപൊളി 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 അടിപൊളി. ഒന്ന് നമുക്ക് ആദ്യം പോയി കാര്യങ്ങൾ എന്താന്ന് അറിഞ്ഞിട്ട് വരാം. വാ. ചന്ദ്ര, പ്രശ്നം എന്താന്ന് വെച്ചാൽ അന്ന് നമ്മള് കുക്കൂനെ കണ്ടില്ലേ? കുക്കൂനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് അവസാനത്തെ കാണലായിരുന്നു സിറ്റിയിൽ. പിന്നെ വേറെ ആരും അവളെ കണ്ടിട്ടില്ല. അവളുടെ അമ്മ നമ്മള് തട്ടിക്കൊണ്ടു പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനും നീ ഇവിടെ അണ്ണാ ഏകമാസം മതി, മാസം വേണ്ട. അണ്ണന്റെ കാര്യം മാത്രം പറഞ്ഞത് ഇവിടെ സത്യം പറയാം, ഞാൻ തട്ടിക്കൊണ്ടുപോയെന്ന് ഞാൻ തട്ടിക്കൊണ്ടുപോയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സത്യല്ലേ അണ്ണ കൊച്ചിനെ തുറന്നു വിട്ടൂടെ? എടാ ചന്ദ്ര, ഞാനല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അവളെ പറഞ്ഞു വിടാനല്ലേ നോക്കിയത്. പിന്നെ ഞാൻ എന്തിനാ തട്ടിക്കൊണ്ടു പോണേ? പറഞ്ഞു വിടാൻ നോക്കിയുള്ള സത്യല്ലേ? അതെ. എവിടെ പറഞ്ഞിട്ടത്? അങ്ങനല്ല, അത് ഓൾറെഡി പറഞ്ഞു വിട്ടല്ലോ. അത് നമ്മൾ സോൾവ് ചെയ്ത കേസല്ലേ? എടാ അന്നത്തെ കേസടാ, കുക്കൂന്റെ കേസ്. എവിടെ? ഏത് മുകളിൽ? ചന്ദ്രന്റെ വണ്ടി വന്നു കേട്ടാ. പൈസ കൊടുത്തങ്ങ് ഇറക്കി. പൈസ കൊടുത്ത് ഇറക്കിയേ. എടാ വില്ലുമോനെ, നിനക്ക് പെണ്ണായിട്ട് സംസാരിക്കാൻ അറിയാവോ? അവന് പെണ്ണായിട്ട് അവൻ ശരീരം കൊണ്ട് അവന് പെണ്ണായിട്ട് സംസാരിക്കണ ബോബോയ്. അണ്ണാ ജീവിക്കണ അണ്ണാ, അവൻ ജീവിക്കണ നോക്കട്ടെ. എടാ വില്ലുമോൻ സംസാരിച്ച് നോക്കട്ടെ. അണ്ണാ എന്റെ നല്ല ബോബോയ് പറയും. അണ്ണാ ബോബോയ് പറയോ അണ്ണാ പെണ്ണായിട്ട്? ആ പെണ്ണിനെ ഇറക്കിയാ മതിയോ? ആ പെണ്ണെ ഇറക്കിയാ മതി. പെണ്ണിനിപ്പോ ഇവിടെ നിന്ന് ഇറക്കി വിളിച്ചോ വേണം. കുറച്ച് വയസ്സായ ആരെങ്കിലും ഉണ്ടോ?
വയസ്സായിട്ട് എലിയുണ്ട് സിറ്റി സിറ്റി വന്നെങ്കിൽ ഇപ്പൊ കറക്റ്റ് സിറ്റുവേഷൻ ആയി. ചേട്ടൻ കണ്ണാപ്പിര് കൂട്ടുകാരൻ ഇതാര് കൂട്ടായി റൂട്ടി അത് ലോക്ക് ചെയ്തേക്കണേ. ബ്രോ പെർഫെക്റ്റ് വേഷം ഇവിടുന്ന് കിട്ടി. എനിക്ക് ഇതേ കിട്ടിയുള്ളൂ. എന്നെ പറ്റി നല്ല അഭിപ്രായമല്ല ഇവിടെ. ഞാൻ പറഞ്ഞോ വാസണ്ണല്ലേ? ഓ അതെ 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 അതെ. ഹൈ ബ്രോ ഹൈ ബ്രോ. ഹായ് ഹായ് ഹായ്. എന്തോ റെഡി പീടിയിലൊരു ചെറിയൊരു കേസ് ഉണ്ടായിരുന്നേ, നമ്മള് തലവെട്ടി കടലിലെറിഞ്ഞ്. അത് ചോദിക്കാൻ വേണ്ടിട്ട് അവര് ഞാന് ഈയിടക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങിയേ ഉള്ളൂ. ആണല്ലേ ആണല്ലേ. നമ്മളെ അകത്തൊന്നും ആക്കാൻ പറ്റില്ല. അവര് തലവെട്ടിയ കാര്യം പറയാൻ വന്നു, 14 ദിവസത്തെ അതങ്ങ് തിരിച്ചു പോകും. ഒരു 10-14 വീഡിയോ ഉണ്ടായിരുന്നേ. ഞങ്ങള് മറ്റേ റിപ്പയറിൽ അടിച്ചിട്ടായിരുന്നു. ഓ നമ്മള് ദൈവമൊക്കെ വന്ന് ആഘോഷമായിട്ടിരിക്കുവായിരുന്നു. ഞങ്ങളൊരു വഴിക്ക് പൊക്കോണ്ടിരുന്നപ്പോ ഒരു 20 പേര് ഇതായിട്ട് വന്നു. ഞാനും ചന്ദ്രനൂടെ നിന്ന് 20 പേരെ അങ്ങ് അടിച്ചു. എല്ലാത്തിന്റെ തല വലിച്ചു പൂച്ചക്കാരൻ. അത്രേ ഉള്ളു. ഞങ്ങളെന്നാ പോയി സംസാരിച്ചിട്ട് വരാം ബ്രോ. അത് ഓക്കെ ബ്രോ, ഞാൻ ഉണ്ടോ. ഫ്ലഫിക്ക് എക്സാം ആണ് കേസ്. ഫ്ലഫിക്ക് എക്സാം അവനെ അതിന്റെ ഇടയ്ക്ക് വിളിച്ച് കേട്ടിട്ടുണ്ടാവും. കൈക്ക് എന്തോടാ ഭയങ്കര കഴിക്കോ? നിനക്ക് നിനക്ക് കഴിക്കല്ല, നിനക്ക് നിന്റെ തന്തയ്ക്ക് പണ്ടേ ഉള്ളതാണത്. അത് കൈക്ക് മാത്രമല്ല കഴപ്പുള്ളത്. കാരണം കണ്ണാ